വലിയ ധർമ്മിഷ്ഠനായ ഭരണാധികാരി ചമഞ്ഞിയാൾ ഇന്നലെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം. നമ്മളും ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായങ്ങൾ നമുക്കും ലഭ്യമാകേണ്ടതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സഹായം നിഷേധിക്കുന്നത്? ഇവിടെയുള്ള ഈ സംസ്ഥാനങ്ങൾ തോറുമുണ്ടായ ദുരന്തങ്ങളെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളൊരു സഹായം അർഹിക്കുന്ന ദുരന്തമല്ല എന്ന നിലയുണ്ടോ? സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇനി ഇയാളുടെ കാപട്യം തിരിച്ചറിയുവാൻ രാജു പി നായർ പറഞ്ഞതും കൂടി ഒന്ന് കേട്ടുനോക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഏകദേശം 1700 കോടി രൂപയോളം ഇന്ന് ഉണ്ട്. 1700 കോടി രൂപ. അതിലേകദേശം 582 ഔദ്യോഗികമായിട്ടൊരു വിവരാവകാശ രേഖയായിട്ട് വന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്ന 600 ചില്ലാനം കോടി ഉണ്ടെങ്കിൽ അത്രയും രൂപ വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി മാത്രം കൊടുത്തതാണ്. കഴിഞ്ഞ ഒരു ചർച്ചയിലും ഇത് ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ 300 രൂപ വെച്ചിട്ടുള്ള ദിവസത്തിന്റെ അലവൻസ് കൊടുക്കുന്നു, അടിയന്തര സഹായം കൊടുക്കുന്നു, ഇതെല്ലാം പറയുന്നു. ഇതെല്ലാം കൂടി 7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നോക്കൂ എവിടെയൊക്കെയാ പ്രശ്നം. 10,000 രൂപ അടിയന്തര സഹായം കിട്ടാത്ത ഏകദേശം 100ഓളം പേർ റിലീഫ് ക്യാമ്പുകളിൽ കഴിഞ്ഞവരിൽ ഇന്നും മേപ്പാടിയിൽപ്പെട്ടവരിലുണ്ട്. ഒന്ന്, വാടക കൊടുത്തിട്ട് ആദ്യത്തെ മാസം വാടക കൊടുത്തിട്ട് പിന്നീടുള്ള വാടക ലഭിക്കാത്ത ആൾക്കാർ ഇന്നുണ്ട്. 75,000 രൂപ ചികിത്സാ സഹായം ലഭിക്കാത്ത 10ഓളം പേർ ഇന്നും അവിടെ ഉണ്ട്. അതുകൂടാതെ റേഷൻ കിട്ടുന്ന റേഷൻ അപ്പുറം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാത്ത, കാരണം അവിടുത്തെ സന്നദ്ധ സംഘടനകൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി അരിയും മറ്റു സാധനങ്ങളും എത്തിച്ചു തന്നാൽ മതി എന്നവർ പറയുകയാണ്. അത്തരത്തിലുള്ള ഒട്ടേറെ കുടുംബങ്ങൾ അവിടെ ഉണ്ട്. ഇവരുടെ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ ഒന്നും കഴിയുന്നില്ല. 2, ചെറുകിട കർഷക വ്യാപാരികൾ ഉണ്ടായിരുന്നു. അവരുടെ മുഴുവൻ സ്റ്റോക്കും ഒലിച്ചുപോയി. അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ല. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുണ്ട്. കന്നുകാലികളായിട്ട് മറ്റ് സാമഗ്രികളായിട്ട് തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെ അത്തരത്തിൽ സ്ത്രീകൾ ജീവനോപാധികൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു വലിയ രീതിയിലുള്ള ജീവനോപാധികളെല്ലാം ഇല്ലാതെയായി പോയ സാഹചര്യമുണ്ട്. സംസ്ഥാന സർക്കാരിന് CMDRF കിടക്കുന്ന പൈസ ഒരു മന്ത്രിസഭ കൂടിക്കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരെ, അവരുടെ സ്റ്റോക്കുകൾ ഒലിച്ചുപോയ ചെറുകിട വ്യാപാരികൾ, കൃഷിനാശം സംഭവിച്ചവർ, അതുപോലെ തന്നെ കന്നുകാലികൾ നഷ്ടപ്പെട്ടവർ, തയ്യൽ മെഷീനുകൾ നഷ്ടപ്പെട്ടവർ, ഇവർക്ക് അടിയന്തരമായി ആ സഹായം എത്തിച്ചു കൊടുക്കാൻ എന്താണ് തടസ്സം? എന്തിനാണ് മനുഷ്യർ വയനാടിന്റെ ദുരന്തത്തിന്റെ പേരിൽ ഈ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപ സർക്കാരിന് കൊടുത്തത്? ആ പൈസ CMDRF-ലിട്ടിട്ട് പണം കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കാനാണോ? ഇനി വിജയനോടൊരു വാക്ക്. 680 കോടിയിൽ വെറും 7 കോടി ദുരിതബാധിതർക്ക് കൊടുത്തിട്ട് ഞെളിഞ്ഞിരുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന തന്നോടിന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നത് ഒരൊറ്റ വികാരമാണ്, അങ്ങേയറ്റത്തെ അറപ്പ് മാത്രം. ഇനിയൊരൊറ്റ ചോദ്യം മാത്രമാണ് ബാക്കി. ആർക്ക് പുഴുങ്ങി തിന്നാനാടോ ദുരിതബാധിതർക്ക് അവകാശപ്പെട്ട ആ പണം താൻ കയ്യിൽ വെച്ചിരിക്കുന്നത്?